നമസ്കാരം, റെയിൻ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ കാണിക്കുന്നുണ്ടോ പന കണ്ട? ഈ പന നമ്മുടെ നാട്ടിൻപുറത്തെല്ലാം കിളിച്ചു വരുന്നുണ്ട്. നമ്മുടെ മരപ്പെട്ടിയുടെയൊക്കെ കാഷ്ടം വഴിയാണ് കൂടുതൽ ഇത് കിളിച്ചു വരുന്നത്. പനങ്കുരു വീണിട്ടാണ്. നമ്മുടെ പനന്തേങ്ങയൊക്കെ നമ്മൾ കാണാറുണ്ട് വഴിവക്കിലൊക്കെ വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് പനയാണിത്. പെട്ടെന്നാണ് കിളിച്ചു കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ അതിൻ്റെ ഒരു സീഡ് സ്ട്രക്ചർ ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ വ്യത്യസ്തമാണ്, കാണാൻ നല്ല ഭംഗിയാണ്. അതിൻ്റെ ഒരു തൈ എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ചെയ്യാവുന്നത്. ഇത് പനയാണ്, എല്ലായിടവും കിളിച്ചു വരുന്ന ആ പനയാണ്. നമ്മൾ ആനയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് ഈ പന വലുത് വെട്ടി. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് കിളിച്ചതാണ്. നമ്മുടെ ഈ പരിസരത്തെല്ലാം ഇത് കിളിച്ചു വരുന്നുണ്ട് ശരിക്ക്. അപ്പോൾ അതിൻ്റെ ഒരു തൈ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത്. വേണ്ടേ, ഇത് കണ്ട, ഇത് പനങ്കുരുവാണ്. പനങ്കുരുവിൽ നിന്ന് കിളിച്ച് വന്നതാണ്. കണ്ട, ഈ സീഡ് വന്നേക്കുന്നൊരു പ്രത്യേക രീതിയിലാണ്. കണ്ട, അത്ര ക്ലിയർ ആവുന്നില്ല വെയിലുണ്ടായതുകൊണ്ട്. അതായത് കണ്ട, സീഡിൽ നിന്ന് താഴോട്ടാണ് ഇതിൻ്റെ വേര് പോകുന്നത്. എന്നിട്ടാണ് ദാണ്ടെ അതിൻ്റെ റൂട്ട് ഫോർമേഷൻ നടന്നേക്കുന്നത്. നല്ലൊരു വ്യത്യസ്തമായിട്ട് തോന്നി. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കണ്ടപ്പോൾ എനിക്കൊരു അതിശയം തോന്നി. സാറിന് സീഡിൽ നിന്ന് ഇത്ര താഴോട്ട് റൂട്ട് പോയിട്ട് കിളിച്ച് വരുന്നത്. വളരെ ആഴത്തിലുമാണിത്. നമുക്ക് പറിച്ച് കളയാനൊക്കെ ഭയങ്കര പാടാണ് ഇത് കിളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ശരിക്കും ഉണ്ട്, മരപ്പെട്ടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ശരിക്ക് ഈ പരിസരത്തെല്ലാം ഇതിൻ്റെ കുരു ഇങ്ങനെ കിടക്കുന്നതാണ്. ഈ കുരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പനങ്കുരു. ക്ലിയർ ആവുന്നില്ല അത്ര വീഡിയോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കൊരു അതിശയം തോന്നി. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവരും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.